ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ രാവിലെ തന്നെ ഞാനും ഡിയോൺ കുട്ടനും കൂടി പൂ പറിക്കാനായിട്ട് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിയോണാണ് ഇന്നത്തെ അത്തത്തിൻ്റെ മെയിൻ ആൾ. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ വെച്ച് മാത്രമാണ് നമ്മൾ അത്തം ഇടുന്നത്. പുറത്തുനിന്നൊരു പൂവും മേടിക്കുന്നില്ല. കുറച്ച് പൂവേ ഉള്ളൂ, എന്നാലും ഒരു 6-7 ഐറ്റം പൂ ഉണ്ട്. കറക്റ്റ് അതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഡിയോൺ കുട്ടനെ കൊണ്ട് തന്നെ ഇതെല്ലാം വെട്ടിക്കുവാണ്. ഇതെല്ലാം വെട്ടിച്ച് ഡിയോൺ കുട്ടൻ്റെ ഐഡിയയിൽ തന്നെ ഒരു അത്തം ഇടാനുള്ള പ്ലാനാണ്. അപ്പോൾ ഡിയോൺ കുട്ടൻ തകർത്ത് പൂവെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലുള്ള പൂക്കൾ മാത്രം, നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കുന്നില്ല. എല്ലാം 5, 6, 7 പൂക്കൾ മാത്രമേ ഉള്ളൂ. ഉള്ളത് വെച്ച് ഡിയോൺ കുട്ടൻ്റെ ഒരു ഐഡിയയിൽ നമ്മളൊരു അത്തം ഇടാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, അതായത് ഞങ്ങളുടെ വീട്ടിൽ എത്ര ടൈപ്പ് പൂക്കളുണ്ട് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ അത്തം ഇടുന്ന വീഡിയോ ഞാൻ പിന്നെ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് ഇടത്തതേ ഉള്ളൂ. അപ്പോൾ എനിക്കിതിനകത്ത് ഏതൊക്കെ പൂവുണ്ട് എന്നൊന്നും എനിക്കറിയാൻ വയ്യ. അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കുറച്ച് പൂക്കളുടെ പേരൊക്കെ അറിയാം, റോസാപ്പൂ, അങ്ങനെ 2-3 ഐറ്റംസിൻ്റെ പേരുകൾ മാത്രം അറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ഡിയോൺ കുട്ടൻ പൂവെല്ലാം പിച്ചിട്ടുണ്ട്. ഇനി വീട്ടിന് മുൻവശത്തിരിക്കുന്ന കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. അതും കൂടി പറിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത്തത്തിനുള്ള പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത്തം ഇടുന്ന ഒരു വീഡിയോ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് പ്രോത്സാഹനം തന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 1000 ഓണാശംസകൾ. അപ്പോൾ നിങ്ങളും ഓണമെല്ലാം അടിച്ചു പൊളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം.